ഊട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോജിയും നിശ്ചലുമൊക്കെ അവിടങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുന്നത് പോലെ തോന്നും. പല ആളുകളോടും രൂപസാദൃശ്യവും തോന്നാറില്ലേ? അത്രത്തോളം സ്വാധീനമാണ് കിലുക്കം എന്ന സിനിമ നമുക്കുണ്ടാക്കി. ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെട്ടു. കിളവൻ ഇങ്ങോട്ടല്ല, യവന ഞാൻ ആടിയാടി വരുന്നവൻ. നീ എന്തിനായാലും ഇതുവഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. ജോലി, എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. 2 കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക. പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാൾ എന്നെ തൂക്കാൻ പറ്റി. നീ അങ്ങേരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുത്താ? എടുത്തു. എന്ത് ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലേ പതിയും. നീ ഒരു സ്മോളിങ് എന്നേ. സ്മോളൊന്നുമില്ല, എല്ലാം അങ്ങനെ കുടിച്ചു ചേർത്ത്. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് ഭ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങലക്കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ ഞാൻ തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവിടെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലും എടുത്ത് അവളെ എന്റെ വടലേക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൂച്ച പറ്റിയല്ലോ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം.